നന്നോടെ മനസ്സ് പറഞ്ഞ് നന്നാവും. ആ ശരി, ഓക്കെ, വിളിക്കാം. കാളുമോളെ ന്യൂ ഇയർ ഗെറ്റ് ടുഗദർ ആഘോഷം. എന്താ പാനി ഭാര്യ ഭർത്താവിന് തലയെടുത്ത് മോൻ അമ്മയുടെ തലയെടുത്ത് കൊണ്ടിട്ടു, താമര മോന്റെ തലയെടുത്ത് കൊണ്ടിട്ടു. ആ അട്ടി വീണ്ടും പള്ളിയുടെ വാർത്തകളാണ്. നീണ്ട കാലത്ത് കാത്തിരിപ്പിന് ശേഷം പള്ളി മുഴുവൻ AC ആണ്. പള്ളി പ്രാർത്ഥിക്കാൻ തുടങ്ങി AC വേണം. AC വെച്ചാൽ പ്രശ്നം, AC വെച്ചില്ലെങ്കിൽ അപ്പച്ചൻ എങ്ങനെ ഉണ്ടെന്ന് അപ്പച്ചനെ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് തിരിഞ്ഞിട്ട് അപ്പച്ചൻ ഇത് വരെ വേണം, മരുന്ന് തരും വേണം പറയണം. വേണ്ട അപ്പച്ചൻ വെള്ളം കുടിക്കാൻ വേണ്ട. അപ്പച്ചൻ പറഞ്ഞു മോനെ ആ ജംഗ്ഷനിൽ പോയിട്ട് ക്രിസ്മസ് കിട്ടാൻ ഷവർമയുണ്ട്, അത് മേടിച്ചോണ്ട് എന്റെ പൊന്നെ തള്ളി തള്ളി മറിച്ച് എന്തോ കള്ളവാടേ. സത്യമായിട്ട് എന്റെ അമ്മ നീ ഒരു കാര്യം അറിയാം, കാര്യം എന്തു പറയുന്നത്, നമുക്ക് നമ്മുടെ യൂത്തൊക്കെ സ്ട്രോങ് ആണ്. അതിന് നമ്മൾ ഒരു കാര്യം വേണം. ഈ ഒരു കാര്യം പറയുന്നത് നമ്മുടെ പള്ളിയിലെ മറ്റേ ലൈൻ സെറ്റ് ആയിരുന്നു. സംസാരിക്കാനാണ് ഇപ്പൊ തന്നെ പള്ളിയിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. നാലടത്ത് CCTV ക്യാമറ അങ്ങനെ നോക്കിയിരിക്കും. ഉദാഹരണത്തിന് ഇത് എടുത്തു ഞാൻ അവിടെ സംസാരിക്കുന്നത്, നീ സംസാരിക്കുമല്ലോ. പിന്നെ എങ്ങനെ സംസാരിക്കാനാവും? അതിഥി പറഞ്ഞ വളരെ ശരിയായിട്ടുള്ള കാര്യം. നമ്മുടെ പള്ളിയിലെ ആൾക്കാർക്ക് ഭയങ്കര സദാചാര പരിപാടിയാണ്. പിന്നെ പിന്നെ ഇതിൻ്റെയൊക്കെ കാരണം എൻ്റെ കല്യാണം നടക്കാത്ത അറിയും. എൻ്റെ കല്യാണം നടക്കാത്ത അവര് നാട്ടിലെ ആൾക്കാർ എന്തൊക്കെ ദുശീല കാര്യങ്ങൾ പകർത്തുന്ന അറിയാൻ. ഞാൻ കഞ്ചാവാണ്, ഞാൻ കള്ളു കുടിക്കും, ഞാൻ വലിക്കും. എടാ ഇതൊക്കെ സത്യം നമ്മൾ അറിഞ്ഞാൽ പോലെ നാട്ടുകാർ അറിയണം. പിന്നെ അതൊക്കെ വിടും. നീ ഒരു ഇങ്ങനെ ഇരിക്കേണ്ട ആളല്ല കേട്ടോ. നീ നമ്മുടെ ഇപ്പോൾ യൂത്തൊക്കെ ഭയങ്കര ഉറങ്ങിക്കിടക്കും. നീയൊക്കെ വന്നിട്ട് വേണം, ഒരു തിരിച്ചുവരവ് വന്നിട്ട് വേണം നമുക്ക് ഇതൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കാൻ. നിന്റെ ഒരു മാസ് എൻട്രി എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞു അതിനകത്താണ് നമ്മൾ മെയിൻ ആയിട്ട് കളിക്കേണ്ടത്. അയ്യോ പക്ഷെ അത് വേണ്ട വിട്ടല്ല. എടാ അവിടെ ഇപ്പൊ അങ്കിള് കാര്യമാരെ ആവശ്യം, നമ്മുടെ ആവശ്യമില്ലായിരുന്നു. അങ്ങനെ വീഡിയോ കഴിഞ്ഞ 2 വർഷമായിട്ട് അണ്ടർടേക്കിംഗ് ഉറങ്ങി കിടന്നായിരുന്നു നമ്മുടെ GCY. എന്തോ ആക്റ്റീവ് ആടുന്നു പാടുന്നു. ശരിയാ ശരിയാ. കാരണം ചോദിക്കും എന്തുകൊണ്ട് എന്തോ ഭരിക്കുന്നത് പെണ്ണുങ്ങളല്ലേ. പെണ്ണുങ്ങളല്ലേ ഇപ്പൊ അവരൊരു വര ഇങ്ങനെ വരച്ചു വെച്ചിട്ട് ഭർത്താക്കന്മാരോട് പറയാം അവിടെ നിന്ന് ഡാൻസ് കളിക്കാൻ ഇതേപോലെ ഡാൻസ് കളിക്കും.
അടിപൊളിയായിരുന്നു. അത് ശരിയായിട്ടുള്ള കാര്യം നീ പറഞ്ഞു. പിന്നെ നീ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മുടെ ഈ ഇടയ്ക്ക് നമ്മുടെ പള്ളിയിൽ നമ്മുടെ മറിയം സമാജം ഭയങ്കര ആക്റ്റീവാണ്. എല്ലാ വർഷവും എന്തോ ഇന്നോവേറ്റീവ് സെയിൽസുകളാണ് കൊണ്ടുവരുന്നത്. വെളുത്തുള്ളി അച്ചാറ് എടാ, കഴിഞ്ഞ വർഷം അവര് 250 രൂപയ്ക്ക് വലിയ ബോട്ടിലാണ് വിറ്റത്. ഈ പ്രാവശ്യം 250 രൂപയ്ക്ക് ചെറിയ ബോട്ടില. പിന്നെ നീ ഇടയ്ക്ക് എടാ നീ പള്ളിയിൽ വല്ലതും വന്നായിരുന്നു? എടാ നമ്മുടെ ജിജിയോസും പിള്ളേര് രാത്രി നിറയെ ക്രിസ്മസ് ഡെക്കറേഷനിലായിരുന്നു. ഈ പ്രാവശ്യം അസ്തെറ്റിക് പുൽക്കൂടാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. പിന്നെ നീ ഒന്ന് വന്ന് നോക്കണം. നമുക്കൊന്ന് പോകാം. എന്തുവാണ് ഇത്? ഇതാണ് നമ്മുടെ പുൽക്കൂട്. പുൽക്കോടോ? ഇതാണ് പുൽക്കൂട്, നമ്മുടെ അസ്തെറ്റിക് പുൽക്കൂട്. നിനക്ക് മനസ്സിലായില്ല? അവനിപ്പോ പിടുത്തം. അതല്ലടാ, വീഡിയോ പിടുത്തം. ട്രസ്റ്റിനെ ഞങ്ങൾ പോലും ഇലക്ഷൻ കഴിഞ്ഞ് കാണാറില്ല. വീട്ടിൽ നിന്ന് വിട്ടാലേ കാണത്തുള്ളൂ. അച്ഛൻ വന്ന് എന്നോട് പറഞ്ഞു, മോനെ തയ്ത്ത് കൊടുത്തായിരുന്നു. തയ്ത്തറിഞ്ഞൂടെ? അച്ഛൻ പറയുന്നില്ല. ഈ മോനെ നിന്റെ വീട്ടില് 4 പേര് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നീ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിന്റെ മാസ വരുമാനത്തെ 10% ഒരു പള്ളി കൂടാണ്. പിന്നെ അതല്ലാതെ ഈ പ്രാവശ്യം മദ്രസനും തൈത്തിന് എന്നെയാണ് ചുമതല എടുത്തിട്ടുള്ളത്. അപ്പോ നീ എന്തോയും കൊടുക്കണം, നമ്മുടെ പള്ളിക്കാരൻ നിറയെ കൊടുക്കണം. ജോലി നിന്റെ കാര്യം വേറെ. നമ്മളിങ്ങനെ നടന്നാൽ പോലെ നമ്മളിതൊക്കെ വളർത്തിയെടുക്കും. നമ്മുടെ തിരിച്ചു കൊണ്ടുവരണം. നമ്മളതിനായ നമ്മുടെ അടിസ്ഥാനമാണെന്നോ, നമ്മുടെ അടിസ്ഥാനത്തിൽ സൺഡേ സ്കൂളിലെ പിള്ളേരെ പിടിക്കണം. എടാ നീ ഒന്ന് വെറുതെ മിണ്ടായിരിക്കണം. നീ എന്തൊക്കെ പറയുന്നത്? സൺഡേ സ്കൂളിലെ പിള്ളേര് ആകെപ്പാടെ നമ്മുടെ പള്ളി നടന്നു പോകുന്നത് നമ്മുടെ സൺഡേ സ്കൂളാണ് നല്ലതായിട്ട്. അത് ആരുടെ കാരണം? നമ്മുടെ ജിസി ടീച്ചറുടെ കാരണം. ഓ അത് ശരിയാ. പക്ഷേ നമ്മുടെയൊക്കെ സമയത്ത് നമ്മുടെ ഡാൻസിൽ എത്ര ട്രോഫികളാണ് വാരി കൂട്ടിയത്. ഞാനില്ല. ആ കഴിവൊക്കെ ദൈവമായിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ അതൊക്കെ വിടും. നമുക്കുണ്ടല്ലോ ഉടനെ തന്നെ നമ്മൾ ഇന്ന് വൈകിട്ട് നമുക്ക് മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത എന്ത് വന്ന പരിപാടി? നമ്മുടെ അടുത്ത പള്ളി പരിപാടി അടുത്ത പള്ളി പിള്ളേരെല്ലാം വിളിച്ചു കൂടാം. പിള്ളേരെ നമുക്ക് സെറ്റ് പവർ ആക്കാം. ഹലോ ഹലോ എടുത്തില്ല വൈകി ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. പണി ചെയ്യാൻ 1 പേര് കാണുക, കുറ്റം പറയണ 100 പേര്. ഈ നാടകത്തിലെ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും തികച്ചും യാദൃശികമാണ്.
ഇവയ്ക്ക് എന്തെങ്കിലും ചന്ദ്രമംഗളമായി സാദൃശ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശികം മാത്രമാണ്.